അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ബീഫ് ഫ്രൈനെ വെല്ലുന്ന രീതിയിലുള്ള സോയാബീൻ ഫ്രൈ ആണ്. അപ്പം പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫുൾ വീഡിയോ ചാനലുണ്ട്, അപ്പം മുഴുവനായിട്ടും കാണുക, എൻ്റെ ഫീഡ്ബാക്ക് അറിയുക. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത്ര മതിയാവും. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോയാ ബോൾ നമുക്കൊന്ന് ആദ്യം തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ധാരാളം മതിയായിരിക്കും കേട്ടോ. അപ്പം അത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിനുശേഷം നമുക്കൊന്ന് ഊറ്റണം. അപ്പം ഊറ്റിക്കഴിഞ്ഞ ശേഷം ഇതിലെ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം. അപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം കുറച്ച് ചൂടുണ്ടാവും, കുറച്ച് തണുത്ത ശേഷം പിഴിഞ്ഞാൽ മതിയാവും. അപ്പം അതിന് നന്നായിട്ട് ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 1-2 തവണയൊക്കെ ആയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഫുള്ള് വെള്ളം നമുക്ക് മാറിക്കിട്ടും. അപ്പം അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അത്യാവശ്യം കുറച്ച് ചൂടും കാര്യങ്ങളും കുറയുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു സവാള നമുക്ക് തികച്ചും വേണ്ട കേട്ടോ. ഞാനിവിടെ ഒരു 1/2 സവാള മാത്രമേ എടുത്തുള്ളൂ, കാരണം നമുക്ക് ഫ്രൈ ആയതുകൊണ്ട് ഒത്തിരി സവാള വേണ്ട. പിന്നെ നമ്മൾ തക്കാളി നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വെച്ച ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നേരെ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, തേങ്ങാക്കൊത്ത് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാൻ അവിടെ അത്യാവശ്യം നൈസായിട്ടാണ് ഞാനവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബ്രൗൺ കളറിലേക്ക്, ഒരു ഗോൾഡൻ കളറിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ചേരുവകൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഈ തുടങ്ങിയ ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. കാരണം ആദ്യം നമ്മൾ എണ്ണ ഇട്ട വാടുന്ന പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം എണ്ണയിൽ ഇട്ടത് വറന്നിട്ട ശേഷം അപ്പോൾ അതിന് ശേഷം നമ്മൾ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട പാടന്നെ ഉപ്പിട്ട് കൊടുക്കരുത്, ഒന്ന് ഇളക്കിയ ശേഷം മാത്രം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ചേർക്കുക. അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് നമ്മൾ വാടി വരും. അത്യാവശ്യം ഇതൊന്ന് ഫുൾ മിക്സായി ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് ഇളക്കുക. മഞ്ഞൾപ്പൊടി മൊത്തത്തിൽ ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിലേക്കൊന്ന് ആദ്യം ഒന്ന് ഇളക്കുക. കാരണം മൊത്തത്തിൽ എല്ലാ പൗഡറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യരുത്. ആദ്യം മഞ്ഞൾപ്പൊടി സെപ്പറേറ്റ് ഇട്ടിട്ടൊന്ന് എടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ടേസ്റ്റ് കിട്ടും കൂടുതലായിട്ട്. അതിനുശേഷം ഞാൻ അവിടെ മുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലും ടീസ്പൂൺ കണക്കാണ്, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാരണം മറ്റ് മസാലകൾ എരിവുകൾ വരുന്നതുകൊണ്ട് ഒത്തിരി എരിവ് വേണ്ട. പിന്നെ അതുപോലെ ഒരു 2 സ്പൂണോളം ഞാൻ അവിടെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. കാരണം മല്ലിപ്പൊടിയാണ് കുറച്ച് ഞാൻ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നുണ്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഞാൻ അങ്ങനെ ബ്ലാക്ക് കളറിലല്ല ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു പെരട്ടും ഫ്രൈക്കും ഇടയ്ക്കുള്ളൊരു കണക്കാണ് ഞാൻ അതിവിടെ എടുക്കുന്നത്. അതാണ് കുറച്ച് ടേസ്റ്റ്. അതിനോടൊപ്പം കുറച്ച് മീറ്റ് മസാല കൂടെ ചേർത്ത ശേഷം ഞാൻ 1 സ്പൂണോളം മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് അതിന് പച്ചമണം മാറിയ ശേഷം വെള്ളം ഒഴിച്ചു, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിനോടൊപ്പം ചേർക്കേണ്ട ഈ ഒരു തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനതിൽ കാണിച്ച വിട്ടുപോയതാണ്. അതിനോട് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ബോളും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. കാരണം കുറച്ച് ഇനി ഈ ഒരു പ്രോസസ്സിങ് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, കാരണം ഇളക്കി വരിക എന്നുള്ളത്. അപ്പോൾ ഒന്ന് ഇളക്കി ജസ്റ്റൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് പൊടി കൊണ്ടിട്ട് കൊടുക്കാം. അത് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാതെ അത്യാവശ്യം നല്ല ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്തോ. അത്യാവശ്യം ഒന്ന് പെരണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ, പിന്നെ അതിൻ്റെ മണ്ടേ കുറച്ച് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഗരം മസാല കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അതൊന്ന് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ലോണം ബ്ലാക്ക് കളറിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. കുറച്ച് സമയമെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.